സാംസ്കാരിക കേരളത്തിന് ഒരു സംരംഭ മാതൃക എന്ന ഈ സെഷനിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ട് സംരംഭ മാതൃകകളാണ്, സംരംഭകരാണ് നമുക്കൊപ്പമുള്ളത്. വിജയിച്ച രണ്ട് സംരംഭ മാതൃകകൾ എന്ന് തന്നെ ഞാൻ പറയുന്നു. കാരണം രണ്ട് വ്യത്യസ്ത മാതൃകകളാണ്. ഒരാൾ ശ്രീ MP അഹമ്മദ്, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചെയർമാൻ. അടുത്തത് ഫൈസൽ കോട്ടിക്കോളൻ, കഫ് ഹോൾഡിങ്സിൻ്റെയും മൈത്ര ഹോസ്പിറ്റലിൻ്റെയും നിംതുല വെൽനസ് സെൻറ്ററിൻ്റെയും ഒക്കെ സാരഥി അല്ലെങ്കിൽ ചെയർമാനാണ്. രണ്ടുപേരും വിജയിച്ച മാതൃകയാണെന്ന് പറയാൻ കാരണം, ഒരാൾ നിലവിലുള്ള ഒരു വ്യവസായം അല്ലെങ്കിൽ ഗോൾഡ് വ്യവസായം, അതിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന് നടപ്പാക്കി വെന്നിക്കൊടി പാറിച്ച് മുന്നേറുന്ന ആളാണ് ശ്രീ MP അഹമ്മദ്. അദ്ദേഹം 83 മലഞ്ചരക്ക് കൊപ്ര വ്യാപാരം, 82 ഇഫ് ഐ എം കറക്റ്റ്, കൊപ്ര വ്യാപാരം സ്റ്റാർട്ട് ചെയ്ത് 93 ഗോൾഡിലേക്ക് മാറിയ ആളാണ്. ഫൈസൽ കോട്ടിക്കോളൻ്റെ ഒരു വ്യത്യാസം, അദ്ദേഹം ഈ ബിസിനസ്സിന് വേണ്ട, ഇല്ലെ ലോകത്തെ ബിസിനസ്സിന് വേണ്ട സാങ്കേതിക മികവ് അത് കണ്ടെത്തി ആ ഉപകരണം വികസിപ്പിച്ച് അതിന് പേറ്റൻ്റ് നേടി ആ പേറ്റൻ്റ് ഉൾപ്പെടെ വിൽക്കുന്ന ആളാണ്. അങ്ങനെ പറയുന്നതായിരിക്കും ഏറ്റവും കൂടെ കറക്റ്റ്. കാരണം ആ കാലഘട്ടത്തിന് യോജിച്ച സാങ്കേതിക ഉപകരണങ്ങൾ കണ്ടെത്തുക, സാങ്കേതിക മികവോടെ അത് കണ്ടെത്തുക, അത് ലോകത്തെ അംഗീകരിപ്പിക്കുക, അത് ഒരു കമ്പനിയാക്കി മാറ്റി അത് വിൽക്കുക കൃത്യമായിട്ട്, അത് സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ആളാണ്. MP അഹമ്മദിനെ ഇച്ചിരൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അദ്ദേഹം 93 ഗോൾഡ് രംഗത്തേക്ക് വന്നു. ഇന്ന് 13 കൺട്രിയിൽ 370 ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു ബ്രാഞ്ച് വെച്ച് സന്ദർശിച്ചാൽ പോലും തീരുകയില്ല. പെർ ഡേ ഏതാണ്ട് 15,000 കോടി രൂപയുടെ ബിസിനസ് അദ്ദേഹം നടത്തുന്നുണ്ട്. മൊത്തം വരുമ്പോൾ 52 ലക്ഷം കോടി രൂപയുടെ ടേൺ ഓവർ ഒരു വർഷം അദ്ദേഹത്തിനുണ്ട്. അതിനൊക്കെ അപ്പുറം അദ്ദേഹം വിലമതിക്കുന്നത് 25,000 ജീവനക്കാർ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ 1-2-3 വലിയ പ്രത്യേകതകളുണ്ട്. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ചെയ്യുന്നതൊന്നും ഞാൻ കോഴിക്കോടുകാരോട് പറയേണ്ട കാര്യമില്ല. സ്വർണ്ണരംഗത്ത് ഒരു മാതൃക. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്വർണത്തിന് 916 തിളക്കം ലോകത്ത് നേടിക്കൊടുത്ത വ്യക്തിയാണ്. ആഗോള ബിസിനസ്സിൽ 6ാം സ്ഥാനം, റീറ്റെയിൽ സ്ഥാനത്ത് മലബാർ ഗോൾഡിനുണ്ട്. എനിക്ക് തോന്നുന്നു അവരുടെ എല്ലാം മൊബൈൽ നമ്പർ ഉൾപ്പെടെ അവസാനിക്കുന്നത് 916 തോന്നുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശരിയല്ലേ? അപ്പോൾ വണ്ടിയുടെ നമ്പരും മൊബൈൽ നമ്പരും 916 ആണ്. അത്രയും പ്യൂരിറ്റിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആണ്. അതുപോലെ സ്വർണത്തിന് ഇൻഷുറൻസ് ഏർപ്പെടുത്തുക വളരെ ഇന്നോവേറ്റീവായിട്ടാണ് അദ്ദേഹം ആലോചിച്ചത്. സ്വർണ്ണ ബിസിനസ് ചെയ്യാം, പക്ഷേ അതിന് ഇൻഷുറൻസ് പരിരക്ഷയും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്തമായിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ സ്വർണ്ണ ബിസിനസ് വളരെ ഭംഗിയാക്കി അദ്ദേഹം തൻ്റെ ജീവനക്കാർക്ക് അവരെ കൂടി പങ്കാളികളാക്കുക കമ്പനിയുടെ. അതൊരു പ്രത്യേക ബിസിനസ് മോഡലായിരുന്നു. ഫൈസൽ കോട്ടിക്കോളനാകട്ടെ, അദ്ദേഹം 95 അദ്ദേഹത്തിൻ്റെ പൈതൃകമുണ്ട്. PK സ്റ്റീൽസിലെ PK അഹമ്മദ് അദ്ദേഹത്തിൻ്റെ മകനാണ്. അദ്ദേഹം വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ദുബായിൽ പോയിട്ട് അജ്മാനിലാണ് 1995 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്ക്രാപ്പ് ബിസിനസ് ആയിരുന്നു. അത് പറയുന്നതിന് അദ്ദേഹത്തിന് ഒരു മടിയും ഇല്ലതാനും. അന്ന് വെറും $5,000, ഏതാണ്ട് 4 ലക്ഷം രൂപയ്ക്ക് താഴെ, 3-3.5 ലക്ഷം രൂപയ്ക്കാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഒരു അദ്ദേഹം അവിടെ പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. 2012 ആയപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്തു. ഒരു ഗ്രീൻ ഫൗണ്ടറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നിങ്ങൾക്കറിയാം, ഈ ഉരുക്ക് വ്യവസായത്തിൽ ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണ് ഫൗണ്ടറി എന്ന് പറയുന്നത്. പൊടിയും അഴുക്കും എല്ലാം. അതിനെ ഒരു ഗ്രീനറി ആക്കി മാറ്റുക, അതിനെ പച്ചപ്പ് അണിയിക്കുക, ഭംഗിയാക്കുക, അങ്ങനൊരു തോട്ട് കൊണ്ടുവന്ന് അതിനുവേണ്ടി ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്തു, ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അത് ഭംഗിയായിട്ട് ലോകം ശ്രദ്ധിച്ചു. അതിനു മുമ്പ് അദ്ദേഹം ശ്രദ്ധയിൽ കൊണ്ടുവന്ന വലിയൊരു കാര്യമുണ്ട്. 2007 അദ്ദേഹം ഷാർജയിൽ കൂടുണ്ടായിരുന്ന ജീവനക്കാർക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ, ശരിയല്ലേ, ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അത് ഷാർജ ഷെയ്ഖ് അത് വിസിറ്റ് ചെയ്യാൻ വന്നു. അത് അവിടുത്തെ വലിയ വാർത്തയായിരുന്നു.
അതിൻ്റെ ഫലമായിട്ട് ദുബായ് കിങ് അത് ശ്രദ്ധിക്കുന്നു. ഈ ഒരു സംവിധാനം ആരാണ്, ഈ സിസ്റ്റം ആരാണ് ഡെവലപ്പ് ചെയ്തത്, ഇങ്ങനെ കമ്മ്യൂണിറ്റിയെ നോക്കുന്ന ആരാണ്, അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അപ്പോഴാണ് സാങ്കേതിക വിദ്യയിലും അദ്ദേഹം അഗ്രഗണ്യനാണെന്ന് മനസ്സിലായത്. മൊത്തം ആ കമ്പനിയോട് ഇങ്ങ് തരുമോ എന്നാണ് ചോദിച്ചത്. യഥാർത്ഥത്തിൽ 2012 ആ ഒരു ബിസിനസ് ഡീല് നടക്കുകയാണ്. അങ്ങനെ അന്ന് $400 മില്യൺ, ഏതാണ്ട് 3000 കോടി രൂപയ്ക്ക് അടുത്ത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും കെഫ് ഹോൾഡിങ്സ് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹം ഡെവലപ്പ് ചെയ്യുന്നു. ഈ കെഫ് ഹോൾഡിങ്സ് വീണ്ടും അടുത്ത സിസ്റ്റം, അതായത് നിർമ്മാണ രംഗത്ത് പുതിയ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണ്. അത് 2018 ഈ കെഫ് ഹോൾഡിങ്സിൻ്റെ ഈ സാങ്കേതിക വിദ്യയും അദ്ദേഹം കൈമാറ്റം ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. അത് ഏതാണ്ട് $420 മില്യൺ, മൊത്തം കൂടെ ഒരു $720 മില്യൺ ബിസിനസ് പുഷ്പം പോലെ നടത്തി ഇരിക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 6000 കോടി രൂപ സ്വന്തം ബ്രെയിൻ ഉപയോഗിച്ച് സാങ്കേതിക മികവോടെ ഉപകരണം കണ്ടെത്തി ലോകത്തിന് സംഭാവന ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ നടക്കാവ് സ്കൂള് മിന്നൽ വേഗത്തിൽ തീർത്തു. മൈത്ര ഹോസ്പിറ്റൽ ഏതാണ്ട് 50,000 സ്ക്വയർ ഫീറ്റ്, 1,00,000 സ്ക്വയർ ഫീറ്റ് അടുത്തത് വെറും 18 മാസം കൊണ്ടാണ് അദ്ദേഹം നിർമ്മിച്ചത്. അതിൻ്റെ ടെക്നോളജിയാണ് അത്രയും. അദ്ദേഹം എനിക്കിത് പറ്റും എന്ന് കോഴിക്കോടിനെ മാത്രമല്ല ലോകത്തിനെ മുഴുവൻ കാണിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ തുല എന്ന് പറയുന്ന ഒരു വെൽനസ് സെൻറ്റർ ഇനി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടുപേരെയും ഈ കോഴിക്കോട് നെഞ്ചേറ്റേണ്ടവരാണ്. കോഴിക്കോട് ഇരുന്നവരെ പറ്റി ഇങ്ങനെ പറയുന്നത് അതിപ്രസംഗമാണെന്നറിയാം, എന്നാലും ഇത് സദസ്സിന് പരിചയപ്പെടുത്തുക എന്നൊരു ജോലി ഉള്ളതുകൊണ്ട് അത് നിർവഹിച്ചു എന്ന് മാത്രം. അപ്പോൾ ഒരു നിറഞ്ഞ കയ്യടിയൊക്കെ കൊടുക്കാവുന്നതാണ്. താങ്ക്സ് എ ലോട്ട്. നിങ്ങളുടെ പേഷ്യൻ്റ് ലിസണിങ്ങിന് വളരെ സന്തോഷം. അവരോട് ചോദ്യോത്തരം എന്ന രീതിയിലേക്ക് മൂവ് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്? അതല്ലേ നല്ലത്? അപ്പോൾ രണ്ടുപേർക്കും ഒരുമിച്ച് പങ്കെടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം അഹമ്മദിക്കായോട് തന്നെ ചോദിക്കാം. പ്രായത്തിൽ സീനിയറും ആണല്ലോ അല്ലേ? അപ്പോൾ 83 സിൻഡിക്കേറ്റ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്ന മലഞ്ചരക്ക് സ്ഥാപനം, അത് കഴിഞ്ഞ് പാളയത്ത് ഇവിടെ ഒരു കൊച്ചു കട, സ്വർണ്ണക്കട 93 ആ സ്വർണത്തിലേക്ക് മാറാം എന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? 90കളിലെ ആദ്യത്തിൽ റുപ്പീൻ്റെ വാല്യൂ കുറയുന്നു, ഗോൾഡിൻ്റെ വില വർദ്ധിക്കുന്നു, ഒരു ബിസിനസ് രംഗത്ത് മൊത്തം ചേഞ്ച് വരുന്നു. ഒരു ഫിനാൻസ് അനലിസ്റ്റും എൻ്റെ ഫ്രണ്ടുമൊക്കെ ബോംബെ ഒരാളായിട്ട് സംസാരിച്ചപ്പോൾ ഗൾഫിലൊക്കെ നിൽക്കുന്ന ഗൾഫിലെ ആൾക്കാർക്ക് ഒരുപാട് സാലറി ഉണ്ട്, അത് കംപ്ലീറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരും. അവരുടെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോൾഡാണെന്നും ഗോൾഡിൻ്റെ വില ഇനിയും ഒരുപാട് വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഇൻഡസ്ട്രി ആ സമയത്ത് ഒരു ചാൻസുള്ളൊരു ഇൻഡസ്ട്രിയായി തോന്നി. ഞങ്ങളുടെ മലഞ്ചരക്ക് കംപ്ലീറ്റ് മറ്റ് സ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളിൽ അയച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് വരാൻ ഭയങ്കര ഡിലേ ആണ്. ചിലപ്പം പേയ്മെൻറ്റ് കിട്ടിയില്ല എന്ന് വരും. പിന്നെ അത് മാത്രമല്ല, പിന്നെ സി ഫോറം വേണം, അത് കിട്ടിയിട്ടില്ല ഗവൺമെൻറ് പെനാൽറ്റി ഒരുപാട്. അഗ്രികൾച്ചർ പ്രൊഡക്റ്റിന് സി ഫോറം വെച്ചതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ബിസിനസ് മാറ്റി ചിന്തിച്ചു. ആദ്യം ട്രയൽ തുടങ്ങുക എന്നുള്ള നിലക്കാണ് 93 പഠിക്കാൻ വേണ്ടിക്കൊണ്ട് അപ്സ്റ്റെയർ ചെറിയ രീതിയിൽ തുടങ്ങിയത്. ഒരുപാട് ഓപ്പർച്യൂണിറ്റിയുള്ള അവസരമായിരുന്നു. ഗോൾഡിൻ്റെ വിലയും വർദ്ധിച്ചു. 390 രൂപയാണ് പെർ ഗ്രാമിന് അന്നത്തെ ഞങ്ങൾ തുടങ്ങുമ്പോഴുള്ള വില. അത് എൻ്റെ റിലേറ്റീവ്സും മക്കളൊക്കെ തന്നെ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ ഇരുത്തി. അവരെ കൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരുപാട് റിസർച്ച് ഇന്നും ആളുകളെ സെയിൽസ് പഠിപ്പിച്ചിട്ടേ അകത്തോട്ട് എടുക്കൂ എന്നേ ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. എല്ലാ ബന്ധുക്കളും ആദ്യം കടയിൽ ഇരിക്കണം, കച്ചവടം പഠിക്കണം. പൈസയിലും അങ്ങനത്തെ അഹമ്മദ് ഖാൻ്റെ കൂടെ പാണ്ഡ്യയിൽ പോയി ഇരുന്നിട്ടാണ് പഠിച്ചത്. ഞാനൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. കാരണം കൂടെ നിന്ന് പഠിക്കുക, കൂടെ കൾച്ചർ വളർത്തിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ശീലമാണ്. ഫൈസൽ ജി, ഈ ഗ്രീൻ ബൗണ്ടറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നത്? കാരണം വളരെ പൊല്യൂട്ടഡ് ആയിട്ടൊരു ഏരിയ, അതിൽ നിന്നൊരു മാറ്റം അങ്ങനെ വരുത്താമെന്ന് എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ നമസ്കാരം. കോഴിക്കോട് 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബീച്ചിൽ വരുന്നത്. സോ ഐ എം വെരി ഹാപ്പി. കുറേ 18 ഇയേഴ്സ് കഴിഞ്ഞിട്ട് കാലിക്കറ്റ് വിട്ടു പോയതാണ്. സോ ദെൻ ആഫ്റ്റർ ലോങ് ടൈം കമ്മിങ് ഹിയർ ആൻഡ് സീയിങ് ഓൾ ദ പീപ്പിൾ. അതിന് മുമ്പ് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 13 വയസ്സിൽ കോഴിക്കോട് വെളിയങ്ങാടിയിൽ ഫാദറിൻ്റെ കൂടെ പണിയെടുക്കാൻ തുടങ്ങിയതായിരുന്നു. ആ സമയത്ത് അഹമ്മദ് ഖാൻ്റെ ഷോപ്പും നമ്മളെ ഷോപ്പും അടുത്ത സിൻഡിക്കേറ്റ് ട്രേഡേഴ്സ്. കറക്റ്റ്. അപ്പോൾ നമ്മൾ ബിഗ് ബസാറിൽ നിന്ന് കൊപ്ര ബസാർ വഴിയാണ് കാർ എടുത്തിട്ട് വരിക. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിംഗ് വിത്ത് അഹമ്മദ് ഖാൻ ഇസ് എ പ്രിവിലേജ്, because it's one person I really admire, bringing
കാലിക്കറ്റ് ടു ദ വേൾഡ് ഫസ്റ്റ് ടൈം അമദ്ക്കയാണ് ചെയ്തത്. സോ വെൽ ഡൺ അമദ്ക. സോ യു ആർ എ പ്രൈഡ് ഓഫ് കാലിക്കറ്റ്. It's our privilege to make you meet here. Yeah. Sit you So- together. Yeah. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്കൂൾ മാത്രമല്ല, നമ്മളെ എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ ഏറ്റവും വലിയ എഡ്യൂക്കേഷൻ. അത് ഞങ്ങളെ പേരൻസിൽ നിന്നും ഞങ്ങളെ ഫ്രണ്ട്സിൽ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ എല്ലാം അതിൻ്റെ ഫൗണ്ടേഷൻ പഠിക്കുന്നത്. സോ ആ സമയത്ത് ഫാദർ എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ബിസിനസ് മാൻ ആയിരുന്നു. പി കെ അഹമ്മദ് എന്ന് പറയും. അത് ആ കോഴിക്കോട് എല്ലാവർക്കും അറിയാം. അതാ എനിക്ക് അറിയാമത്ത മൈ കസിൻ ഇസ് ഹിയർ. അപ്പോൾ പുള്ളിയുടെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര ഡിസിപ്ലിൻ പഠിപ്പിക്കും. ആര് വീട്ടിൽ വന്നാലും നമ്മൾ തന്നെ ആ ചായയോ കാപ്പിയോ കൊടുക്കണം. ആ സെർവൻസിനെ ഒന്നും ഒരിക്കലും സമ്മതിക്കില്ല. സോ ഒരു റെസ്പോൺസിബിൾ ലൈഫ് ആ ചെറുപ്പത്തിൽ തന്നെ പഠിച്ചപ്പോഴാണ് ഈ ഗ്രീൻ ഫൗണ്ടറി അമേരിക്കയിൽ പോയപ്പോൾ ഈ ഫൗണ്ടറി ഇൻഡസ്ട്രിയിലായിരുന്നു എൻ്റെ ഫസ്റ്റ് ജോബ്. അവിടെയാണ് ഈ ഫൗണ്ടറിനെ പറ്റിയിട്ട് മനസ്സിലാക്കുന്നത്. ഇറ്റ്സ് എ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി. അപ്പം അമേരിക്ക അന്ന് അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് കംപ്ലീറ്റ് ചൈനയിലേക്ക് മാറ്റുന്ന സമയമായിരുന്നു. ആ ഇതായിരുന്നു ആദ്യത്തെ ചിന്ത, എന്തുകൊണ്ട് ഈ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി ആരും സോൾവ് ചെയ്യാത്തത്. ലൈഫിൽ നമ്മൾ ഒരു പ്രശ്നം സോൾവ് ചെയ്താൽ ആ സക്സസ് ഓട്ടോമാറ്റിക്കലി വരും. അതായിരുന്നു ആദ്യത്തെ ഉത്ഭവം മനസ്സിൽ. ഞാൻ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഒരു ഗ്രീൻ ഫൗണ്ടറി കോൺസെപ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണ് തിരിച്ച് കോഴിക്കോട് കല്യാണം കഴിക്കാൻ 92 കല്യാണം കഴിച്ചു. ആ സമയത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ എസ്പെഷ്യലി ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട്. So I knew that I will not be successful at that time to put up this new concept in Kerala. അങ്ങനെയാണ് 95 ദുബായിൽ പോയി. ദുബായ് വാസ് an open canvas. Any businessman, if you are a creative thinker, you want an open canvas. It is like an artist. We think and we said we will draw, then we'll execute. And I took that risk. $5,000 I started. In 10 years, I built the first green foundry in the world. ആ സമയത്ത് ആരും ആലോചിക്കാത്തൊരു കാര്യമായിരുന്നു. അതിനാണ് ഒരു പേറ്റൻറ്റഡ് ടെക്നോളജി, ഈ വാക്യൂം ഫർണസ് അമേരിക്കൻ ജർമ്മൻസുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ട് ഉണ്ടാക്കി. അതായിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയാൻ. അതിനോടുകൂടെ all the rulers came, the whole world came. I became one of the top foundry men in the world. That gave me that success. ഈ 2000 ജീവനക്കാരെ കൂടി പങ്കാളിയാക്കുക എന്ന് പറയുന്ന ഒരു മോഡല്, അതെങ്ങനെ തുടങ്ങിയത്? അല്ലെ ആ ഒരു ചിന്ത എങ്ങനെ? മാത്രമല്ല, ഒരു ബിസിനസ് നടത്തണമെങ്കിൽ മെയിൻ അതിൻ്റെ ഫണ്ട് ക്യാപിറ്റൽ വേണം. അപ്പം ഞങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒന്നും വലിയ ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല വരുന്നത്. NRIസിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ഇൻവെസ്റ്റേഴ്സായി. അതുപോലെ തന്നെ ജീവനക്കാരും ഇൻവെസ്റ്റേഴ്സുമായി. ഇവിടെ അന്ന് നമ്മുടെ നാട്ടിൽ സാമ്പത്തികം ഉണ്ടാകുന്നത് പാപമാണെന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു കാലഘട്ടം. മുതലാളി തൊഴിലാളി ബന്ധമല്ല, മാനേജ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സുമാണ്. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടാവണം, റിട്ടേൺസ് ഉണ്ടാവണം. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റാഫ് മാനേജ്മെൻറ്റാണ്. അവരോട് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പൈസ ഉള്ള ആൾക്കാർക്ക് ചെറിയ യൂണിറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തു. അപ്പോൾ അവരുടേതായി ബിസിനസ് പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് PLI കൊടുത്തു. അതെല്ലാം കൊണ്ടും എല്ലാവരും ഒരു വളരെ പോസിറ്റീവായി ചിന്തിച്ച് ഓണർഷിപ്പ് ഉണ്ടായി. ഓണർഷിപ്പ് അല്ല, എല്ലാ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളും, ഞങ്ങൾ മാനേജ്മെൻറ്റ് ടീം സ്റ്റാഫെന്ന് ഒരിക്കലും പറയാറില്ല. എല്ലാ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങൾക്കും ഉത്തരവാദിത്തം കൂടി സെയില് കൂട്ടിയാൽ അവർ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം എല്ലാവരും അംഗീകരിച്ചു. പക്ഷെ ഒരു നിർബന്ധമുണ്ട്, ആരെയും മിസ്ഗൈഡ് ചെയ്യരുത്. യാതൊരുവിധ അൺഎത്തിക്കൽ ബിസിനസ്സും പാടില്ല. എല്ലാം എത്തിക്കലി ലീഗലി പെർഫെക്റ്റ് ആയിക്കണം. അത് എല്ലാവരും പാലിക്കാൻ ബുദ്ധിമുട്ടില്ല. അതോടൊപ്പം ലാഭത്തിൻ്റെ 5% CSRന് മാറ്റിവെക്കാൻ തുടങ്ങുമ്പോൾ 99 ഞങ്ങൾ ട്രസ്റ്റ് ഉണ്ടാക്കി. അന്ന് മുതൽ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ 2019 ഇന്ത്യ ഗവൺമെൻറ് 2% കൊണ്ടുവന്നത്. അന്ന് മുതൽ ഞങ്ങൾ 5% മാറ്റിവെക്കുന്നു. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഈ ഫൈസൽ ഇടയ്ക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അന്ന് ബിസിനസ് തുടങ്ങാൻ ഒരു സാഹചര്യം കേരളത്തിലില്ല. ഇന്ന് ആ സാഹചര്യം ഉണ്ടോ? രണ്ടുപേരും സത്യസന്ധമായിട്ട് പറയണം. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഇപ്പോൾ ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്, എല്ലാം എഗ്രിങ്. നിങ്ങളുടെ ഒരു പെർസെപ്ഷനിൽ എങ്ങനെയാണ്? ഐ തിങ്ക് കേരള ഇസ് ഡെഫിനറ്റ്ലി പ്രോഗ്രസ്ഡ്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്.
ഐ സ്റ്റിൽ റിമെമ്പർ 1982 ജോലി തുടങ്ങിയ സമയത്ത് ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് ടൈംസ് യുനോ. അതിൽ നല്ല എത്രയോ മാറി യുനോ. ഈവൻ ദ ഗവൺമെൻറ്, ബോത്ത് ദ ഗവൺമെൻറ്റ്സ് ഈസ് more or less is changed, you know, and I think there is a positive, but Kerala, interesting thing is കേരളത്തിലെ ആൾക്കാർ are very aware people, educated people. അപ്പോൾ കേരളത്തിൽ ഈ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രി അങ്ങനത്തെ ഒന്നും നോബഡി വിൽ അലൗ. ഇനി ഈവൻ ഗവൺമെൻറ് അലൗ ചെയ്താലും ആൾക്കാർ അലൗ ചെയ്യില്ല, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഐ ഓൾവേസ് സപ്പോർട്ട് ദാറ്റ് ബിക്കോസ് ഇപ്പം വേൾഡ് നോക്കിയാൽ environmental issues are the biggest challenge humanity is going to face, you know. So that is why Kerala has become only a God's own country, because we have been very careful, you know, not to pollute our environment. ഇവിടുത്തെ സ്കോപ്പ് എന്ന് പറയുന്നത് നോൺ പൊല്യൂട്ടിങ് ഇൻഡസ്ട്രീസ്, യുനോ, ഹെൽത്ത് കെയർ, ടൂറിസം, യുനോ, അത് ഇതുവരെ നമ്മൾ ഫുള്ള് ടാപ്പ് ചെയ്തിട്ടില്ല, യുനോ. സോ ദാറ്റ് ഈസ് ഗോട്ട് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ, യുനോ. അതിലേക്ക് ഗവൺമെൻറ്, യുനോ, ഈ പ്രൈവറ്റ് പാർട്ടീസും എല്ലാവരും കൂടി ഇരുന്നിട്ട്, യുനോ, ഹൗ കെൻ വി പ്രോഗ്രസ് ദിസ് ടൂറിസം ആൻഡ് ബ്രിങ് പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ് ടു കേരള. നമ്മളെ പ്രോബ്ലം എന്ന് വെച്ചാൽ വി ആർ ഗോയിങ് എവറിബഡി ഫ്രം കേരള ടു ഔട്ട്സൈഡ്. അത് നമ്മളൊരു റിവേഴ്സ് ട്രെൻഡ് ആക്കിയിട്ട് മാറ്റണം, യുനോ. സോ അത് ആൻസർ യുവർ ക്വസ്റ്റ്യൻ, യെസ്, ഡെഫിനറ്റ്ലി കേരള ഇസ് പ്രോഗ്രസ്. കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. കേരളത്തിൽ വെച്ച് ബിസിനസ് ചെയ്യാനല്ല, കേരളത്തിലെ മലയാളികളൊക്കെ ഐക്യു കുറച്ച് നല്ലോണമുള്ള ആൾക്കാരാണ്. പഠിക്കാനും ആഗ്രഹങ്ങളുണ്ട്. ഒരുപാട് ആൾക്കാർ വിദേശങ്ങളിലും ഫൈസലിനെ പോലത്തെ ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാട് മാതൃകകളുണ്ട്. ഒരുപാട് പീസ് മേനോൻ മുതൽ യൂസുഫ് അലി എന്ന് വേണ്ട ഒരുപാട് നമ്പർ ഓഫ് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റും. എല്ലാ രംഗത്തും, മെഡിക്കൽ രംഗത്ത്, എഡ്യൂക്കേഷൻ രംഗത്ത്, ഇൻഡസ്ട്രിയൽ രംഗത്ത്, ബിസിനസ്സിൽ, എല്ലാറ്റിലും കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പുറത്ത് പോയിട്ട് വലിയ രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. അകത്തെ ചെടി പുറത്ത് വെച്ചാലുള്ള വളർച്ച കേരളത്തിൽ നിന്ന് പുറത്തു പോയ മുഴുവൻ ആൾക്കാർക്കും മറ്റ് സ്റ്റേറ്റുകളിൽ പോയാലും കിട്ടുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തുകയാണ്. കേരളത്തിൽ ചോദിച്ചാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത് കേരളവും ഇന്ത്യ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭരിക്കാൻ വേണ്ടി പഴയ രാജാക്കന്മാരുണ്ടാക്കി വെച്ച അതിരുകളാണ്. അതിരുകൾക്കപ്പുറം നമ്മുടെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മാത്രമല്ല കഴിവ് നമ്മുടെ ആൾക്കാർക്കുണ്ട്. വേൾഡിൽ എവിടെയും പോയി എന്തും ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി മലയാളിക്കുണ്ട്. മലയാളി വേൾഡ് മൊത്തം പോകണം. ഇന്ത്യക്കുള്ള കപ്പാസിറ്റി, ഇന്ത്യക്കുള്ള എന്താണെന്ന് വെച്ചാൽ മാൻ പവറാണ്. ക്വാളിഫൈഡ് മാൻ പവറാണ് നമ്മുടെ ഇന്ത്യക്കും കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതലുള്ളത്. അതങ്ങ് ലോകത്ത് കംപ്ലീറ്റ് പരന്ന് പോകണം. എവിടെ ജോലിയുണ്ടോ, എവിടെ ബിസിനസ് ഉണ്ടോ അവിടെ എത്തിപ്പെടണം. അതിനുള്ളൊരു കേപ്പബിലിറ്റി, അതിനുള്ളൊരു പ്രചോദനമാണ് മനോരമ ആയാലും പൊതുജനായാലും എല്ലാം കൊടുക്കേണ്ടത്. എവിടെ പോയിട്ടും ജീവിക്കണം. ലോകത്ത് വലിയൊരു ചാൻസ് ഉണ്ട്. നമ്മുടെ കംപ്ലീറ്റ് ബിസിനസ് ഇവിടെ കൊണ്ടുവരാൻ. ഇവിടെ ഫൈസൽ പറഞ്ഞ മതി, ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഏറ്റവും സാധ്യതയുള്ള ടൂറിസവും, ഹെൽത്ത് ടൂറിസം, എഡ്യൂക്കേഷൻ ടൂറിസം. എഡ്യൂക്കേഷൻ ഒരുപാട് നല്ല ടീച്ചേഴ്സ് ഉണ്ട് ഇവിടെ. എന്തിനാണ് എല്ലാവരും ലണ്ടനിലും മറ്റേ യൂസിലൊക്കെ പോയിട്ട് എത്ര പൈസയാണ് ചിലവാകുന്നത്? നേരത്തെ കർണാടകയിലും തമിഴ്നാടും ആന്ധ്രയിലൊക്കെ പോയിരുന്ന മാതിരി ഇവിടെ ഇപ്പം ഉപയോഗിക്കാം. നമ്മുടെ ഇപ്പം ഈ മറ്റ് കൺട്രീസിലാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരുപാട് എഡ്യൂക്കേഷൻ വരണം. ഒരുപാട് ഏരിയകളുണ്ട്, നല്ല ടീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഹെൽത്ത് ടൂറിസം, ആയുർവേദം നല്ലതാണ്. അതുപോലെ റിസോർട്ടുകൾ, നല്ല കാലാവസ്ഥയാണ് കേരളത്തിൻ്റെ. മിനിമം 19 തണുപ്പുണ്ടാവും, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 38 ചൂടുണ്ടാവുള്ളൂ. നല്ലൊരു ഹ്യൂമിഡിറ്റി, നല്ല കാലാവസ്ഥയാണ്. ഇവിടെ വരാൻ എല്ലാ ഫോറിനേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പം ഗോഡ്സ് ഓൺ കൺട്രി എന്ന നിലയ്ക്ക് ടൂറിസം വലിയ രീതിയിൽ കാണണം. അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ വരണം. ഒരുപാട് രീതികൾ, നല്ല ഭക്ഷണങ്ങൾ. കോഴിക്കോടിനൊക്കെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നല്ലൊരു ഹോസ്പിറ്റാലിറ്റി കൾച്ചറുള്ളതാണ്. കാരണം സാമൂതിരിൻ്റെ കാലഘട്ടം മുതൽ ഹോസ്പിറ്റാലിറ്റി, അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് വിദേശികൾ വന്നിട്ടുള്ളത്. ഞാനൊന്ന് ഇടപെട്ടിട്ടുണ്ട്. അതായത് സ്വർണത്തിന് ഈ പറഞ്ഞ പോലെ ബിസ്മാർക്ക് ഇടപെടുത്തുക, അതുപോലെ ഇൻഷുറൻസ് ഇടപെടുക, അത് നമ്മൾ വളരെ അപൂർവമായിട്ട് കേട്ടിരുന്നൊരു സാധനം. അത് ആ ചിന്തയിലേക്ക് എങ്ങനെയാണ് പോയത്? അതായത് നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ആലോചിച്ച്. ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത് കസ്റ്റമർ സെൻട്രിക്കാണ്. കസ്റ്റമർ സക്സസ് ആവണം. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ ടെൻഷൻ തീർക്കണം. ഇൻഷുറൻസ് ചോദിച്ചാൽ പറഞ്ഞാൽ അവർ വാങ്ങിച്ച ഒരു ദിവസം കൊണ്ടുവരാം, ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഫ്രീ ഇൻഷുറൻസ്. വീട്ടിലെത്തുമ്പോൾ ഇത് മോഷണം പോയാൽ ഇൻഷുറൻസ് സെക്യൂരിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് കിട്ടും. പിന്നെ ക്വാളിറ്റി കൺട്രോൾ ആദ്യം മുതലേ ഞങ്ങൾ 916 പ്രചരിപ്പിച്ചു. ഹോൾമാർക്ക് 2000 മുതൽ തുടങ്ങി. ഇപ്പവും ഗവൺമെൻറ് കമ്പൽസറി ആക്കുന്നു പറയുന്നല്ലാതെ കമ്പൽസറി ആയിട്ടില്ല. ഇപ്പം ഹോൾമാർക്കിംഗ് സിസ്റ്റത്തിൽ ഡ്യൂപ്ലിക്കേഷൻ ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഗവൺമെൻറ് എന്തൊക്കെ ആയാലും നിയമം ഉണ്ടാക്കുന്നുണ്ട്. ദിവസവും പാർലമെൻറ്റും അസംബ്ലിയൊക്കെ ചേർന്ന് ഒരുപാട് നിയമനിർമ്മാണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ പിറകിലാണ്. ലീഗൽ നിയമങ്ങളുണ്ട്.
പക്ഷേ അത് അടിത്തട്ടിൽ സാധാരണക്കാരന് കിട്ടുന്ന കാര്യത്തിൽ വളരെ പിറകിലാണ്. നമ്മളെ കോടതികളൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് വർഷമാണ് നീളുന്നത്. നമ്മുടെ ആളുകളുടെ ഒരു അവയർനെസിന്റെ ഭാഗം കൂടിയല്ലേ നമുക്ക് ക്വാളിറ്റി. ആൾക്കാർക്ക് എത്ര അവയർനെസ് ഉണ്ടായാലും കുറച്ചും കൂടി ലീഗൽ പ്രൊട്ടക്ഷൻ കൂടി കിട്ടണം. ഓക്കെ നിയമപരമായ പരീക്ഷ വേണം. അതിന് ആൾക്കാരും തയ്യാറാണ്. കാരണം അവർ മുടക്കുന്ന പണത്തിന് തുല്യമായ മൂല്യം കിട്ടാൻ അവർ അർഹരാണ്. ലൈഫ് ലോങ് ഫ്രീ മെയിൻ്റനൻസ്. ഒരു സാധനം മേടിച്ചാൽ അതിൻ്റെ റൈറ്റ് ഉണ്ട്, കസ്റ്റമർ റൈറ്റ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. അതിന് നിയമത്തിൻ്റെ പിന്തുണ കൂടി ഉണ്ടാകുമ്പോഴാണ് അവർക്ക് സാധിക്കുള്ളൂ. അത് കൊടുക്കുന്നത് ആരോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് വളർന്നത്. അത് കൃത്യമായിട്ട് കൊടുക്കുകയും മൗത്ത് ടു മൗത്ത്. ഒരു കസ്റ്റമറാണ് ഞങ്ങൾ വേറൊരു കസ്റ്റമർ തരുന്നത്. ഞങ്ങൾ അംബാസിഡേഴ്സാണ് ഞങ്ങളുടെ അടുത്ത് മേടിച്ച കസ്റ്റമേഴ്സാണ്. അവർ പറയുന്ന ക്വാളിറ്റി അവർ ഗ്യാരണ്ടിയാണ്. പെർഫെക്റ്റ്. എപ്പം പോയാലും എന്ത് മെയിൻ്റനൻസ് ഉണ്ട് ക്രിയേറ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ കസ്റ്റമർ റെക്കമെൻഡേഷനാണ് ഞങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സിന് വരുന്നത്. ഈ 2007 ETC അവിടെ കമ്മ്യൂണിറ്റി സെൻറ്റർ തുടങ്ങാണ്. അതാണ് ആക്ച്വലി ഫൈസർജിയുടെ ഒരു ഗ്രോത്തിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ഷാർജ ഷേക്ക് വന്ന് കാണാനും ദുബായ് ഷേക്ക് അത് ആ വിവരം അറിയാനും ഇല്ലേ ദുബായ് കിങ് അതറിയാനും ആ ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെ വന്നു? നമ്മൾ ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുന്ന നമ്മളെ പണിയെടുക്കുന്ന ആൾക്കാരും അവരെല്ലാം ഒരു കൊളീഗ്സാണ്. സോ ആ സമയത്ത് 1995 തുടങ്ങിയ സമയത്ത് ഈ എംപ്ലോയീസ് വരുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശ്, ശ്രീലങ്ക. അവർക്കൊന്നും ഫാമിലീസ് ഇല്ല. സോ നോർമലി അവർ ചെയ്യാന്ന് പറഞ്ഞാൽ വീക്കെൻഡിൽ പോയിട്ട് കുറേ കള്ളു കുടിക്കും. ദേ ആർ ഓൾ ഇൻ സാഡ് സിറ്റുവേഷൻസ്. ദേ സോറോസ് ഈസ് ഡ്രിങ്കിങ് ലിക്കർ. സോ ഐ സെഡ് ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ ടു ഗ്രോ. അവിടെയാണ് മൈൻഡ് കറപ്റ്റ് ആവുന്നത്. സോ ദാറ്റ് ഈസ് ദ ഐഡിയ. ഐ തോട്ട് അവർക്ക് നമ്മൾ ഫസ്റ്റ് എഡ്യൂക്കേറ്റ് ചെയ്യണം. അവർക്ക് വേണ്ടി ഒരു സെൻറ്റർ ഉണ്ടാക്കണം. വി ഷുഡ് ഇൻട്രൊഡ്യൂസ് സ്പോർട്സ്, യോഗ. സോ അതായിരുന്നു അന്ന് 2006 അന്ന് $10 million ആയിരുന്നു എൻ്റെ പ്രോഫിറ്റ്. അതിൽ 50% യൂസ് ചെയ്തിട്ട് ഈ എംപ്ലോയീസിന് ഒരു കമ്മ്യൂണിറ്റി സെൻറ്റർ ഉണ്ടാക്കി. ആ സമയത്ത് ഒരു 60,000 സ്ക്വയർ ഫുട്ട്. ആൻഡ് ഇറ്റ് ഈസ് കമ്പൽസറി. എല്ലാ ദിവസവും 45 മിനിറ്റ് അവർ അവിടെ വന്ന് ചിലവഴിക്കണം. അതിന് അവർക്ക് സാലറി കൊടുക്കും. ദെൻ വീക്കെൻഡിൽ ദേ ക്യാൻ കം ആൻഡ് യൂസ് ഫുൾ ടൈം. അത് 5 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ ദേ ക്യാൻ യൂസ് ദാറ്റ്. ദാറ്റ് മെയ്ഡ് എ ബിഗ് ചേഞ്ച്. എന്താണെന്ന് വെച്ചാൽ അതിന് നമുക്കൊരു യൂണിറ്റി കൊണ്ടുവന്നു. പീപ്പിൾ വെർ ഹാപ്പി. നമ്മൾ മനസ്സ് സന്തോഷമായി കഴിഞ്ഞാൽ then we will give 120%. When we are not happy, we will not give you 50%. We don't want anybody to succeed. Correct? So you are working with a negative thought process. Correct? And that is what made a big change. അത് കാണാനായിരുന്നു ഈവൻ ഡോക്ടർ APJ Abdul Kalam വന്നിരുന്നു. All the rulers had come. And that is a model I showed to the world. നമ്മൾ എന്ത് ബിസിനസ്സോ എന്ത് ചെയ്യുന്നേരം അതൊരു കളക്റ്റീവായിട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഹാപ്പി ആൻഡ് യു വിൽ സക്സീഡ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഫോളോ ഇൻ മൈ ലൈഫ്. എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരുപാട് ബിഹാരി ബംഗാളിനെ കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ കൊടുത്ത് IT ടെക്നോളജി പഠിപ്പിച്ചെടുത്തു. അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല, അവർ വേറെ എവിടെയും പോയി കളിയില്ല. നന്നായിട്ട് ജോലി ചെയ്യാൻ അവർ എഫിഷ്യൻ്റായി, ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായി. എനിക്കറിയാം, ഞങ്ങളത് പോയി കണ്ടതാണ്. ശ്രീ AP അഹമ്മദ് പഠിത്തത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം താങ്കൾ പഠിച്ച ഒരു കാര്യം, ഒരു ബിസിനസ് തന്ത്രം പഠിച്ചത് ഒരു നഷ്ടത്തിൽ നിന്നാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം പണ്ട് മലഞ്ചരക്ക് വ്യാപാരം അയച്ചിട്ട് കാശ് വരാതിരുന്നപ്പോൾ ആ ബ്രാൻഡ് ബിൽഡിങ്ങിനെ കുറിച്ച് പഠിച്ചതെന്ന് ഞാൻ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ശരിയാണോ? അത് കറക്റ്റാണോ? തീർച്ചയായിട്ടും ശരിയാണ്. ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അന്ന് കണ്ടുപിടുത്തങ്ങൾക്കാണ് ഏറ്റവും വലിയ. നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മളെ സയൻറ്റിസ്റ്റോ എഞ്ചിനീയറോ ഒന്നും അല്ലല്ലോ. നമ്മൾ മനസ്സിലാക്കിയത് അപ്പം ഞങ്ങളൊരു കൊക്കോ കെയർ എന്ന കമ്പനിക്ക് വലിയ രീതിയിൽ 10-20 ലോഡ് കൊപ്ര അയച്ചു. അതിൻ്റെ ഫണ്ട് വരുന്നില്ല. അപ്പം ബോംബെ പോയി സംസാരിച്ചു. അവർ ഹിന്ദുസ്ഥാൻ ലിവറിന് അവരെ ബ്രാൻഡ് വിൽക്കാൻ തീരുമാനിച്ചു, കൊക്കോ കെയർ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പൈസ തരാം, ഞങ്ങൾക്ക് ഒന്നും കൂടി തിരിച്ച് കുറച്ചും കൂടി കടം വേണം. അത് ഞാൻ എൻ്റെ സുഹൃത്ത് ആമുബായി ഉണ്ടായിരുന്നു, അയാൾ മരിച്ചുപോയി. അഹമ്മദ് നമ്മളെന്താ ചെയ്യുക? നമ്മൾ വീണ്ടും കൊടുക്കുക. വീണ്ടും ഇവിടെ നിന്ന് പബ്ലിക്കിൻ്റെ അടുത്ത് കടം മേടിച്ച് അവിടെ ചരക്ക് കൊടുത്ത് തിരിച്ച് കാണിച്ചു. അവർ 22, ഞങ്ങൾക്ക് 17 കോടിൻ്റെ അടുത്ത് തരുന്നുണ്ട്. ആൾ 23 കോടിക്ക് ഞാൻ വിറ്റു. കംപ്ലീറ്റ് ഫണ്ട് തന്നു. നല്ല സ്വീകരണവും താമസവും സൗകര്യമൊക്കെ തന്നു. അതൊരു ബ്രാൻഡ് വിറ്റിട്ടാണ് കിട്ടുന്നത്. കൊക്കോ കെയർ എന്ന ബ്രാൻഡ് ഹിന്ദുസ്ഥാൻ ലിവറാണ്. കൊക്കോ കെയർ ഹിന്ദുസ്ഥാൻ ലിവർ മേടിച്ചു. എന്നിട്ട് അപ്പം ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടും കടം വീട്ടാൻ പറ്റുമെങ്കിൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ അങ്ങനെ പറ്റും. ബ്രാൻഡിന് വേണ്ടുന്നത് ട്രസ്റ്റാണ്, വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഗോൾഡ് എടുത്തും ഗ്രോൻ്റെ മലബാർ എന്നുള്ള ബ്രാൻഡ് ഏത് പേരുണ്ടെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ ഈ പേര് പഴയ പേരും ചർച്ച ചെയ്തപ്പോൾ അന്ന് 93 അമിതാഭ് കാന്ത് കോഴിക്കോട് മലബാർ വികസനമൊക്കെ ആയിട്ട് കോഴിക്കോട് കളക്ടറായിട്ടുള്ള അവസരമാണ്. മലബാർ വികസനം അന്നൊരു വലിയ ചർച്ചയാണ്. അപ്പം മലബാർ എന്നുള്ള പേരിട്ടു. മലബാർ എന്നുള്ള പേരിന് ഈ തീരത്ത് ഒരുപാട് വിദേശികളൊക്കെ വന്ന് സത്യത്തിൻ്റെ തീരം എന്നൊരു പേരുണ്ട്.
എല്ലാവരും വളരെ സൗഹാർദ്ദമായിട്ട് തീർക്കുന്ന ഒരു തീരാണിത്. അപ്പോൾ ഈ പേര് നാടിൻ്റെ പേരെടുക്കുക, നാട്ടിൽ ഒരുപാട് ആൾക്കാർ ചേർന്നുകൊണ്ടാണ് ഞങ്ങളിത് ആ പേരുകൊണ്ട് അഡ്വാൻറ്റേജ് ഉണ്ടായോ? പേരുകൊണ്ട് അന്നും ചിലർ പറഞ്ഞു മലബാരികൾ കംപ്ലീറ്റ് അറബുകൾ അംഗീകരിക്കില്ല ഞങ്ങൾ, കാരണം അവരൊക്കെ വീട്ടിലെ വേലക്കാരും ഡ്രൈവർമാരൊക്കെ മലബാരികളാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ടൊന്നും പ്രശ്നമില്ല, ഇത് നമ്മുടെ നാടിൻ്റെ പേരാണ്. ഇപ്പം ആ എം റൗണ്ട് മലബാർ ഇസ് ഗുഡ് എന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. Amazing, Okay, that's amazing. why. You know, Ahmed Ka is a brand guru from Calicut to the world. You know, it is, I'm not exaggerating. He's only brand created from Calicut to the world. Now he's all over the world, correct? Having more than, I think, 500 stores, you know, New York. 370 ആയിട്ട് 370. ഇപ്പം ഞങ്ങൾ പ്ലാനിങ് എല്ലാ സ്ഥലത്തും വേൾഡിൽ എവിടെയൊക്കെ സ്ത്രീയും പുരുഷനുണ്ടോ അവിടെയൊക്കെ സ്നേഹവും ബന്ധവും സ്റ്റോർ വെച്ച് സന്ദർശിച്ചാലും തീരില്ല. അതെ. ലോകത്തിൽ ലോകാവസാനം വരെ സ്ത്രീയും പുരുഷനുണ്ടാവും. സ്ത്രീയും പുരുഷനുണ്ടെങ്കിൽ സ്നേഹവും ബന്ധവും ഉണ്ടാവും. അവിടെ ലവ് ആൻഡ് അവേഴ്സ് ഉണ്ടാവും. അവിടെ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും. ആ ഗിഫ്റ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ആയിരിക്കും. അതെ. നോ ഡൗട്ട്. ഫൈസൽ ജി, നടക്കാവ് സ്കൂളിന്റെ ഒരു മോഡൽ, അതെ, നടക്കാവ് സ്കൂളിന്റെ ആ ഒരു മോഡല്, അത് കേരളം അംഗീകരിക്കാവുന്ന ഒരു മോഡല്, അതിലേക്ക് എങ്ങനെയാ വന്നത്? ഒരു ഞാൻ community service കോഴിക്കോട് നിന്ന് 1982 12th പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പുറമേ പോകുന്നത്. ഇനോ പിന്നെ എൻ്റെ ജേണി പല സ്ഥലത്തും ഇങ്ങനെ പോയി അമേരിക്ക എത്തി, തിരിച്ചു വന്നു, എഗെയിൻ ബാക്ക് ടു ദുബായ്. സൈസൈഡ് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ യുവർ പ്ലേസ്. ഞങ്ങൾ ഇവിടെ നിന്ന് ആ കാറ്റും ഞാൻ ബീച്ചിൽ എപ്പോഴും ഓടുമായിരുന്നു. സോ ഐ യൂസ് ടു ബി എ റണ്ണർ. സോ എവറി ഡേ ഐ യൂസ് ടു റൺ ഇൻ ദ ബീച്ച്. And I had a lot of close friends. ഞാൻ പറഞ്ഞു, God has been very kind to me. ഇതൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ട് God is giving. We are not the owners of the money. നമ്മളെല്ലാം ഒരു കസ്റ്റോഡിയൻസാണ്. ഈ ലൈഫിലൊരു ജേർണിയിൽ പല എക്സ്പീരിയൻസാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് മനസ്സിൽ എപ്പോഴും വെച്ചിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നി, ഇനി എന്താ അങ്ങോട്ട് ചെയ്യാനുള്ളത്? ഇനി മോർ കാശ് ഉണ്ടാക്കണേ എനിക്ക് ഉണ്ടാക്കാമായിരുന്നു. ഈ $400 million ഒരു $1 billion ആക്കാൻ സമയമൊന്നും വേണ്ട. ഇൻവെസ്റ്റ് ചെയ്താലാക്കാം. ഞാൻ പറഞ്ഞു അതിലൊരു പേർപ്പസ് ഇല്ല. അപ്പോൾ ഞാനും വൈഫും 4 ചെറിയ കുട്ടികളായിരുന്നു ആ സമയത്ത്. വി സെഡ് വി ഷുഡ് സ്റ്റോപ്പ് മേക്കിംഗ് മണി. വി ഷുഡ് ഡു സംതിങ് മീനിങ് ടു ദ നെക്സ്റ്റ് ജനറേഷൻസ്. അങ്ങനെയായിരുന്നു ഞാനൊരു ഇൻ്റർവ്യൂ മലയാള മനോരമയ്ക്ക് വീട്ടിൽ വെച്ചിട്ട് രാജീവ് മേനോൻ ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇനി ഉള്ള ബാക്കിയുള്ള ലൈഫ് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഓഫ് എഡ്യൂക്കേഷനും ഹെൽത്ത് കെയറിലേക്കും ഇറങ്ങണം. അങ്ങനെയാണ് പ്രദീപ് കുമാർ MLA ആർട്ടിക്കിൾ വായിച്ചപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. അന്ന് നടക്കാവ് സ്കൂളിൽ വരാൻ പറ്റുമോ? ഗവൺമെൻറ് സ്കൂളിൽ അന്ന് അഡ്മിഷൻ കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്ന സമയമായിരുന്നു. അന്ന് നടക്കാവ് സ്കൂളിൽ 1300 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റ് ടൈം എൻ്റെ ലൈഫിൽ എൻ്റെ ഫാദറിൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്താണ്, ഈസ്റ്റ് ഹില്ലിൽ. ഇതുവരെ ആ സ്കൂൾ ഞാൻ കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഈ ഗവൺമെൻറ് സ്കൂൾ ഒരു മഞ്ഞ പെയിൻറ്റും ഒരു റാമായത്തെ ഗേറ്റും, നോബഡി വിൽ നോട്ടീസ്, കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ. സോ ഐ നെവർ തോട്ട് ദർ ഇസ് എ സ്കൂൾ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഉള്ളിൽ പോയപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ടോയ്ലറ്റ് ഇല്ല, മിഡ് ഡേ മീൽ കൊടുക്കാനുള്ള പ്രോപ്പർ കിച്ചൺ ഇല്ല. സോ ഐ വാസ് വെരി സാഡ് സീയിങ് ദ കണ്ടീഷൻ ഓഫ് ദ സ്കൂൾ. അങ്ങനെയാണ് ഞാൻ പ്രദീപിനോട് പറഞ്ഞത്, ഐ വിൽ ഗോ ബാക്ക് ആൻഡ് തിങ്ക് ബെറ്റർ. പ്രദീപ്, യു കം ടു ദുബായ്. അവിടെ പോയി ആലോചിച്ചു ഇതെങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതൊരു ഇൻസ്പിറേഷണൽ പ്രോജക്റ്റ് ആയിരിക്കണം. ബിക്കോസ് ഒരു സ്കൂളിൽ മാറ്റിയതിനെ കൊണ്ടൊന്നും ആവാൻ പോകുന്നില്ല. ഇന്ത്യയിൽ 12 ലക്ഷം ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്. എത്ര? 12 ലക്ഷം, 1.2 മില്യൺ ഗവൺമെൻറ് സ്കൂൾസ്. ഇന്ത്യയിലെ ടോട്ടൽ 250 മില്യൺ ചിൽഡ്രനിൽ 75% ഗവൺമെൻറ് സ്കൂളിലാണ് പോകുന്നത്. ആൻഡ് കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണെങ്കിൽ ഇമാജിൻ UP-യിലും MP-യിലും നോർത്തിലത്തെ സ്ഥിതി. So I said, Pradeep irunnu Dubai vannu 1 week we had a study. I went to many schools. I said we will make a concept better than a private school. How can we make a government school better than a private school? അപ്പോൾ പ്രദീപ് എന്നോട് ചോദിച്ചത് എങ്ങനെ ഇതിൻ്റെ കാശ് ഗവൺമെൻറ് ഒന്നും തരാൻ പോകുന്നില്ല. I said forget about the money. We should do as a one team, create a model. അങ്ങനെയാണ് 23 കോടി രൂപ ഫൗണ്ടേഷന് കൊടുത്ത്. More than the money is the IIMite കൂടി അതൊരു സ്റ്റഡി ആക്കി അതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് കണ്ടുപിടിച്ചു. 82 ടീച്ചേഴ്സിന് IIM കൊണ്ട് 2 ആഴ്ച ട്രെയിൻ ചെയ്യിപ്പിച്ചു. അതിനായിരുന്നു അതിൻ്റെ തുടക്കം. 90 ദിവസം കൊണ്ട് കംപ്ലീറ്റ് സ്കൂൾ മാറ്റിയെടുത്തു. ടുഡേ നടക്കാവ് സ്കൂൾ ഈ കൊല്ലം ഇന്ത്യയിലെ നമ്പർ 2 സ്കൂള്, ഗവൺമെൻറ് സ്കൂൾ ഇന്ത്യയിൽ.
The last 10 years is top 5. Yeah, that's it. ബട്ട് ഒരു സ്കൂള് ഇന്ന് കേരളത്തിൽ 1000 സ്കൂൾ മാറ്റി കഴിഞ്ഞു. ഗവൺമെൻറ് മോർ ദൻ 1000 സ്കൂൾസ് ഇപ്പം ആ മോഡൽ മാറ്റിയെടുത്തു. 2.5 മില്യൺ കുട്ടികൾ ലൈഫ് ചേഞ്ച് ചെയ്തു. വെരി ഗുഡ്. ഇവിടുന്ന് മാത്രമല്ല, നൗ വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ കശ്മീർ, വി ആർ ഡൂയിങ് ഇറ്റ് ഇൻ കർണാടക, ഒറീസ. ദിസ് മോഡൽ ഈസ് ഗോൺ ഫ്രം കാലിക്കറ്റ് ടു ഓൾ ഓവർ ഇന്ത്യ നൗ. ശ്രീ അഹമ്മദ്, മികച്ച കൺസൾട്ടൻസികളെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ഭയങ്കര കാശിയലവുള്ള പരിപാടികളില്ല, അവർ നല്ലോണം കാശ് മേടിച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണല്ലോ. അതെങ്ങനെ മുതലാക്കും തിരിച്ച്? അത് മുതലാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആശയമുണ്ട്, ഒരു അഭിപ്രായമുണ്ട്. ഞങ്ങൾക്ക് എല്ലാത്തിനെ പറ്റി അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് എക്സ്പീരിയൻസുകളാണ് കൺസൾട്ടൻസീസ്. ഡിലോയിറ്റ്, എക്സെഞ്ചറൊക്കെ ഞങ്ങൾ കൺസൾട്ടൻസീസാണ്. അത് എന്ത് കൊടുത്താലും അതിൻ്റെ റിസൾട്ട് ഞങ്ങൾ ആദ്യം ഒന്ന് ചെറിയ രീതിയിൽ നോക്കി. ആദ്യം വന്നു, ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടായി. അപ്പോൾ ഓരോ ഏരിയയ്ക്കും ഓരോ സ്പെഷ്യലൈസ് ആൾക്കാരെ വിളിക്കാൻ തുടങ്ങിയപ്പം അതിൻ്റേതായ മാറ്റമുണ്ടായി. ഞാൻ പറഞ്ഞ നേരത്തെ 10-25,000 പേരാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ശരിയായ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അവർക്ക് ശരിയായ മാർഗ്ഗനിർദ്ദേശം വേണം, നല്ല SOP വേണം, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് വേണം. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എക്സ്പീരിയൻസ് ഹോൾഡ് തന്നെ വേണ്ടിയതുണ്ട്. വേൾഡിൽ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഹോൾഡിങ് വേണം, ഏറ്റവും നല്ല ERP സിസ്റ്റങ്ങൾ വേണം, ടെക്നോളജി വേണം. ടെക്നോളജി ഇല്ലെങ്കിൽ ഇനി ബിസിനസ് ഇല്ല, ഡോഗില്ല. ടെക്നോളജിയിലാണ് ബിസിനസ് പോകുന്നത്. അപ്പോൾ ടെക്നോളജി അറിയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ടെക്നോളജി എങ്ങനെ നമുക്ക് സ്വായത്തമാക്കിക്കൊണ്ട് അതിനെ പറ്റുന്ന രീതിയിലാക്കി മാറ്റാം. ഇനി ഫ്യൂച്ചറെല്ലാം ടെക്നോളജിയാണ്. AI ഒക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. മെഷീൻ ലേണിംഗ്, ഒരുപാട് കാര്യങ്ങൾ AI വെച്ചിട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ ടെക്നോളജി നമ്മൾ മനസ്സിലാക്കാനും അതിൻ്റെ കൂടെ സഞ്ചരിക്കാനും തയ്യാറാവും മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ. നമുക്കറിയില്ല, പക്ഷെ അറിയുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അതായത് ഈ മൈത്ര ഹോസ്പിറ്റൽ ടെക്നോളജിയുടെ കാര്യം പറഞ്ഞപ്പം അമേരിക്കൻ സൈന്യം ഉപയോഗിച്ച ടെക്നോളജിയാണ് ആ ഹോസ്പിറ്റൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈം ഉപയോഗിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലേക്ക് എങ്ങനെയാണ് വന്നത്? ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് കയറി വന്നത്? അല്ലെങ്കിൽ മൈത്ര എന്ന് പറയുന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ്? സോ നടക്കാവ് സ്കൂളിൻ്റെ സക്സസ് ആയിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഹാപ്പിനെസ്. അല്ലാണ്ട് ഗ്രീൻ ഫൗണ്ടറിയോ കാശോ അതിലായിരുന്നു. ആ കുട്ടികളുടെ ട്രാൻസ്ഫർമേഷൻ കണ്ടപ്പോൾ ദെൻ ഐ സെഡ് ഹെൽത്ത് കെയർ ഇതേമാതിരി ചെയ്യണം. ഇപ്പോൾ ഹെൽത്ത് കെയർ ഇതാണ് നമ്മളെ സൊസൈറ്റിയുടെ 2 പില്ലേഴ്സ്. നമ്മൾ എഡ്യൂക്കേഷനും ഹെൽത്തും ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ഫോളോ ചെയ്യും. അങ്ങനെ ഞാൻ 2012 ക്ലീവ്ലൻഡ് ക്ലിനിക്, അമേരിക്കയിലെ വേൾഡിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ക്ലീവ്ലൻഡ് ക്ലിനിക്കാണ് ടെക്നോളജിയിൽ. അത് കാണാൻ ഞാനും വൈഫ് ഷബാനയും കൂടെ പോയി അവരായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. എന്തുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡുള്ള ഹോസ്പിറ്റൽ ഇന്ത്യയിലില്ല, അത് എങ്ങനെ കാലിക്കറ്റിലേക്ക് കൊണ്ടുവരാം. അന്ന് എല്ലാവരും പറഞ്ഞ് യു ആർ ക്രേസി, ഈ കിട്ടിയ കാശെല്ലാം കൊടുത്ത് തീർക്കാനാണ് ഉദ്ദേശം. അന്ന് ഈ ഹോസ്പിറ്റൽ 750 കോടി രൂപ ചിലവാക്കിയ ഹോസ്പിറ്റലാണ് ഈ കോഴിക്കോടുള്ളത്. ഇന്ത്യയിൽ തന്നെ അത്ര ചിലവാക്കിയ ഒരു ഹോസ്പിറ്റൽ ഇന്ത്യയിൽ എവിടെയില്ല. ഈവൻ കോക്കിലബൻ ആയിക്കോട്ടെ, അപ്പോളോ ആയിക്കോട്ടെ, അന്നല്ല ഒരു ബെഡിന് 1 കോടി രൂപ മാക്സിമം ചിലവാക്കിയിട്ടുള്ളൂ. മൈത്ര ഹോസ്പിറ്റൽ 220 ബെഡ് അന്ന് 2 കോടി രൂപ പെർ ബെഡിന് ചിലവാക്കിയത് ആ സമയത്ത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളത്തിൽ അഹമ്മദ് ക പറഞ്ഞ മാതിരി കേരള ഇസ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് മാത്രമല്ല, അതിൻ്റെ ആൾക്കാരുടെ നോളജ് വേറെ ഇന്ത്യയിൽ എവിടെയില്ല. അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വന്നു കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ റിവേഴ്സ് ഫ്ലോ. ബിക്കോസ് മെഡിക്കൽ എക്സ്പെൻസസ് വേൾഡിലത്തെ ഏറ്റവും ലോവസ്റ്റ് നമ്മൾ ഇന്ത്യയിലാണ്. കറക്റ്റ്. ബട്ട് ഇന്ത്യൻ നേഴ്സസ് ആണ് ഇപ്പം UK-യിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, മിഡിൽ ഈസ്റ്റിലായിക്കോട്ടെ, എല്ലാം നമ്മളെ നേഴ്സസാണ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഒരു വേൾഡ് ക്ലാസ് ഹോസ്പിറ്റൽ ഉണ്ടാക്കിയാൽ നമുക്ക് അങ്ങനത്തെ അഡ്വാൻറ്റേജ് ഉണ്ട്. ബിക്കോസ് എംപ്ലോയ്മെൻറ്റ് ഈസ് ഓൾ ലോക്കൽ ഹിയർ. വി ഹാവ് ഓൾ ട്രെയിൻഡ് നേഴ്സസ്, ട്രെയിൻഡ് ഡോക്ടേഴ്സ്. അതർ തിങ് ഈസ് ഡോക്ടേഴ്സ്. ബാക്കി എല്ലാ കൺട്രീസിലും പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ആർ അൺഎത്തിക്കൽ. കേരളത്തിലെ ഡോക്ടേഴ്സ് ആർ എത്തിക്കൽ കമ്പാരിറ്റീവ്ലി. Very ethical comparatively. It's all comparisons, correct? So these are the 2 reasons I took that big decision to give 25% of my wealth back to healthcare, correct? So this is a hospital for the people of Kerala, and I thought, this is something which I like to give it back to my own place. That's fine. ഈ ഹോസ്പിറ്റൽ രോഗം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് കോവിഡ് ഒരു നൈറ്റ് മെയർ ആയിരുന്നു ആക്ച്വലി. എല്ലാവരും ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി. ഈവൻ യു കോൺ മേക്ക് ബഡ്ജറ്റ്സ്. അങ്ങനെ ഒരു അൺപ്രഡിക്റ്റഡ് സിറ്റുവേഷൻ ആയിരുന്നു. കോവിഡ് എന്തെങ്കിലും പാഠം പഠിച്ചോ? ഇല്ല ബിസിനസ്സിൽ മോഡലിൽ എന്തെങ്കിലും മാറ്റം വരുന്നത്? കോവിഡ് കാലഘട്ടത്തിലാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്നത്. കോവിഡ് അതൊരു പോസിറ്റീവായി കണ്ടു. ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് പുതിയ ഷോറൂമുകളൊക്കെ റെൻ്റൊക്കെ കുറച്ച് കിട്ടാൻ തുടങ്ങി, പുതിയ ഏരിയയിലേക്ക് നീങ്ങി. കോവിഡ്
ഞാൻ പറഞ്ഞു കോവിഡ് അവസാനിക്കും, നമ്മളിത് അഗ്രസീവായിട്ട് പോകണം. ഞങ്ങൾ ഏറ്റവും നല്ല പ്രോഫിറ്റ്, കാരണം ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റും ഗിഫ്റ്റ് കൊടുക്കലും, ഗിഫ്റ്റിംഗ് ആണല്ലോ ഞങ്ങളുടെ മെയിൻ ബിസിനസ്. അതെ അതെ. അപ്പോൾ അത് വളരെ കൂടി. മരിക്കാൻ പോകുമെന്ന് വിചാരിച്ചു വല്ലതും നേരത്തെ കൊടുത്തതാണോ അത്? അതെ അതെ. കോവിഡിന്റെ സമയത്ത് ഹസ്ബൻഡ്സും വൈഫും ഓൾവേസ് ഫൈറ്റിങ്, അപ്പം പോയി ഗിഫ്റ്റ് കൊടുക്കണം, അത് മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിയിട്ട് കൊടുക്കണം. അപ്പോൾ ഈ അന്ന് എല്ലാ അസോസിയേഷൻ്റെ ആൾക്കാർ കൂടി പറഞ്ഞു ഓൾഡ് ഗോൾഡ് ഭയങ്കര വിൽപ്പനയ്ക്ക് ഒരു ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളൂ. അപ്പം ഞങ്ങളൊരു പരസ്യം കൊടുത്തു. ടൈംസിൻ്റെ ആൾക്കാർ നിങ്ങളൊക്കെ തന്നെ വിളിച്ച് ചോദിച്ചു, പഴയ സ്വർണ്ണത്തിന് കൂടുതൽ വില, നല്ല വില, ഒരു റെഡി ക്യാഷ്. ഒരുപാട് കസ്റ്റമർ അത് ഭയങ്കര ഹാപ്പി. ഒരു ഇപ്പം കോവിഡ് ഏത് പ്രതിസന്ധിയിലും അതിനെ അനുകൂലമായി മാറ്റുക എന്നുള്ളതാണ് ഒരു ബിസിനസ്സുകാരൻ്റെ, അല്ലെങ്കിൽ ഒരു ജോലി ഏത് നന്നായി ചെയ്യേണ്ടിക്കുണ്ട്. പ്രതികൂലമെന്നില്ല, അത് നമ്മൾ അനുകൂലമായി മാറണം. അങ്ങനത്തെ സാഹചര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. This is the one thing you all have to learn, youngsters especially. Any adverse കണ്ടീഷൻസിലും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് സൊല്യൂഷൻസ്. ഈ സ്വർണ്ണത്തിന് ഇറക്കുമതി തീരുവ ഇപ്പോൾ കുറച്ചിട്ടുണ്ടല്ലോ, അത് ആക്ച്വലി ബിസിനസ്സിന് എന്തെങ്കിലും ഗുണം ചെയ്യുമോ അതോ? ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ്റെ ഏറ്റവും വലിയ തലവേദന ഈ പാരൽ എക്കണോമിയും കള്ളക്കടത്തുമാണ്. അൺഎത്തിക്കലാണ് ഒരുപാട് കാര്യങ്ങൾ. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയിൽ നിന്ന് ചെറിയ രീതിയിലൊരു മാറ്റം, 9% ഡ്യൂട്ടി കുറച്ചപ്പോൾ ഒരുപാട് ബിസിനസ്, ഗവൺമെൻറ് ഡ്യൂട്ടിയും കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഡ്യൂട്ടി കുറച്ചിട്ടും ടാക്സിയിൽ ഇത്തിരി വരുമാനം കൂടി. ഈ കഴിഞ്ഞ പ്രാവശ്യം സ്വർണ്ണത്തിലൊക്കെ വരുമാനം ഒരുപാട് കൂടി. അപ്പം ഡ്യൂട്ടി വയ്ക്കും തോറും പാരൽ എക്കണോമി വളരും. പാരൽ എക്കണോമി ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്ത് ക്രിമിനൽസ് വളരും, ഒരുപാട് അൺവാണ്ടഡ് കേസുകൾ വളരും. പാരൽ എക്കണോമി ഇല്ലാതാക്കാൻ സ്വർണ്ണത്തിൻ്റെ ഡ്യൂട്ടി, ഇപ്പം വികസന കൺട്രീസ്, അമേരിക്ക മുതൽ 40 വികസന കൺട്രീസിൽ നോ ഡ്യൂട്ടി ഗോൾഡ്. ഈസിക്വൽ ടു കറൻസി, ഒരു ഡ്യൂട്ടിയും ഇല്ല, കറൻസിക്ക് തുല്യമാണ്. അതുകൊണ്ട് അത് പാരൽ എക്കണോമി അത് കറൻസി ആയിട്ടാണ് ഒന്ന് ഉപയോഗിക്കുന്നത്. ഡ്രഗ്സ് മാഫിയ, സെക്സ് മാഫിയ, അതുപോലെ ഈ വെപ്പൺ മാഫിയ, വേൾഡിൽ കംപ്ലീറ്റ് ഒരുപാട് തരം മാഫിയകളുണ്ട്. അവരെ പാരൽ എക്കണോമിക്ക് ഉപയോഗിക്കുന്ന കറൻസി എന്ന് പറയുന്നത് ഗോൾഡാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ സൂക്ഷ്മതമായ വേണം. ഈ വലിയ ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത് വലിയ സ്മഗ്ലിംഗ് അവസാനിക്കും. ഈ തുല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഒരു വെൽനസ് കോൺസെപ്റ്റ് വരികയാണല്ലോ. ഈ തുല എന്ന പേര് തന്നെ ഒരു പ്രത്യേകതയായിട്ട് തോന്നി, അതിനെപ്പറ്റി ഒന്ന് പറയാം. തുല എന്ന് പറഞ്ഞാൽ നമ്മുടെ തുലാസ് ബാലൻസ്. ഇപ്പോഴത്തെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ എല്ലാവർക്കും ഈ ഹെൽത്ത് ഈസ് എ കോംപ്രമൈസ്ഡ്. സ്ട്രെസ് ഇസ് ടു മച്ച്, എവറിബഡി ഈസ് റണ്ണിങ് ആഫ്റ്റർ മണി. അപ്പോൾ ഈ 5 കൊല്ലം മൈത്ര ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് കോവിഡ് വന്നപ്പോൾ ആ സമയത്തായിരുന്നു മനസ്സിലാക്കിയത് ഈ മോഡേൺ സയൻസ് എലോൺ വിൽ നോട്ട് ഹീൽ ദ പീപ്പിൾ. ഈ മോഡേൺ ഹോസ്പിറ്റൽസ്, മോഡേൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ സിംറ്റമാറ്റിക് സൊല്യൂഷൻസ്. ഇപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായാലും സ്റ്റെൻഡ് ഇടും, യു വിൽ ബി ഓക്കെ. ബട്ട് എന്തുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നു അത് നമ്മൾ സോൾവ് ചെയ്യുന്നില്ല. വാട്ട് ഇസ് ദ റൂട്ട് കോസ്? അതായിരുന്നു തുലയുടെ ഉത്ഭവം. ഒരു റിസർച്ച് ടീം ഉണ്ടാക്കി, കോട്ടക്കൽ ആര്യവൈദ്യശാല പോയിട്ട് PK വാര്യരെ കണ്ടു, ആര്യവൈദ്യത്തിന് പഠിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 2 പേറ്റന്റ് എടുത്തു കേട്ടോ. അതെ, 2 ടെക്നോളജി അതും പേറ്റന്റ് ആക്കിയിട്ടുണ്ട്. അതിന് എപ്പോൾ വിൽക്കുമെന്ന് നമ്മൾ വേൾഡിലെ ആദ്യത്തെ ആയുർവേദ ബെഡ് പേറ്റന്റ് ചെയ്തത് ഞാനാണ്. So that is officially going to be announced, worldwide patent. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ആയുർവേദ വേൾഡിൽ പോവാത്തത് അതിൻ്റെ എക്സ്പീരിയൻസ് മാറ്റിയെടുക്കണം. ഇപ്പോഴത്തെ കാലത്തിനനുസരിച്ചിട്ട് നമ്മളത് മാറ്റിയെടുത്താലാണ് ഈ ആയുർവേദ 5000-year-old ഓഫ് മെഡിസിൻ, കറക്റ്റ്. അതിൻ്റെ നോളജ് വേൾഡിലേക്ക് പോകാൻ പല സ്കോപ്പും ഉണ്ട്. അതായിരുന്നു തൂല എന്ന് പറഞ്ഞ ഒരു $100 million ഇൻവെസ്റ്റ്മെൻറ്റ്. അത് $100 million, അറൗണ്ട് 800 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 30 ഏക്കറിൽ ചെലാമ്പ്രയിൽ ഇപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു. അത് ഈ അടുത്ത മാർച്ചിൽ ഓപ്പൺ ആവും. അതിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ, മോഡേൺ സയൻസ്, അത് എല്ലാം ഒന്നിച്ച് കൊണ്ടുവന്ന് അതിന് പ്രോട്ടോകോൾസ് ഉണ്ടാക്കി എങ്ങനെ ആൾക്കാരെ സൂക്കേട് ഇല്ലാതാക്കാൻ. ഇൻ്റഗ്രേറ്റഡ് ടെക്നോളജി. ഇത് റിവേഴ്സൽ ഓഫ് ഡിസീസസ്, റിവേഴ്സൽ ആൻഡ് മാനേജ്മെൻറ്റ്. അതിൻ്റെ 4 കൊല്ലമായിട്ടുള്ള റിസർച്ചിൽ പല സക്സസ്സും വരാൻ തുടങ്ങി. വി ആർ ട്രൈ ടു റിവേഴ്സ് തൈറോയിഡ്, ഹൈപ്പർ ടെൻഷൻ, diabetes is the biggest problem. I'm sure 50-60% of the people will be taking diabetics medicine or injections, but all are reversible. Everything can be reversed, but our knowledge aarum parathu parayunnilla. And that is what I thought, I should do one more revolution in healthcare. It is to reverse diseases and not to get sick. Illness to wellness. അപ്പോൾ ഈ റിസർച്ച് എല്ലാം മൈത്ര ഹോസ്പിറ്റൽ ഒരു പുതിയ വിങ് ഇപ്പം തുടങ്ങുന്നുണ്ട്, വിയ എന്ന് പറഞ്ഞിട്ട്, ഇത് നാട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ തുല ഈസ് ഫോർ ദ തോട്ട് ലീഡേഴ്സും ഗ്ലോബൽ പീപ്പിൾ. ബിയ എന്ന് പറയുന്നത് സെയിം പ്രോട്ടോകോൾ വിൽ ബി അവൈലബിൾ ഇൻ മാർച്ച് in Maitra Hospital, and that will go to many hospitals so that people ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പം ഇത്രയും പേഷ്യൻ്റ് ലിസണിങ് ആണ്. അപ്പം നിങ്ങൾക്ക് രണ്ടുപേരോട് ഓരോ ചോദ്യങ്ങൾക്ക് അവസരമുണ്ട്. മുഹമ്മദ് സാറിനോടാണ്. സാറ് പറഞ്ഞില്ല ഇമ്പോർട്ട് ഡ്യൂട്ടി ഗോൾഡിൻ്റെ കുറച്ചപ്പോൾ പാരലൽ എക്കണോമികൾ ക്രമ്പിളായി താഴോട്ട് വന്നു. ഇത് ഇന്ത്യൻ GDP റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ സാറ് പറഞ്ഞ രീതിയിലാണെങ്കിൽ? ഡ്യൂട്ടി GDPക്ക് ഗുണകരമാണ്. GDP വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡ്യൂട്ടി കുറയുകയും GDP പാരലൽ എക്കണോമി ഇല്ലാതാകുന്നതിനനുസരിച്ച് ടാക്സിൻ്റെ വരുമാനം ഗവൺമെൻറ് കൂടും. ഗവൺമെൻറ് വരുമാനം അത് ടെക്നോളജിയും അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റായിട്ട് തിരിച്ച് നാട്ടുകാർക്ക് കിട്ടും. ഓക്കെ സാർ. ഫൈസൽ സാറിനോട് ഹെൽത്ത് കെയറും എഡ്യൂക്കേഷനുമാണ് രണ്ട് പിവറ്റൽ ഏരിയാസ് എന്ന് പറയും. അപ്പോൾ തീർച്ചയായിട്ടും തങ്ങളുടെ നടക്കാവിലെ സ്കൂള് ഇന്ത്യയിൽ മുഴുവൻ ഒരു കാസ്കേഡിങ് എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ലാത്തൊരു ബട്ടർഫ്ലൈ എഫക്റ്റ്. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലെ പ്രതിഭയുടെ സ്പാർക്ക് എവിടെ നിന്നായിരുന്നു? സ്പാർക്ക് പ്രദീപ് കുമാർ MLA ആയിരുന്നു സ്പാർക്ക്. പിന്നെ പുള്ളി പ്രിസം പദ്ധതി എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ടിംഗ് റീജിയണൽ സ്കൂൾസ് ടു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ത്രൂ മൾട്ടിപ്പിൾ ഇൻ്റർവെൻഷൻസ്, അത് പ്രദീപിൻ്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ വന്നപ്പോൾ പ്രദീപ് ഇതിനെ പറ്റി സംസാരിച്ചത്. സോ അങ്ങനെയാണ് രണ്ടുപേര് കൂടിയിട്ട് ആ കോൺസെപ്റ്റിനെ ഞങ്ങൾ ഒന്നിച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തത്. ഒരു ചോദ്യം കൂടെ. നമസ്കാരം. എൻ്റെ ചോദ്യം അഹമ്മദ്ഖാനോടാണ്. ഞാൻ 12-13 കൊല്ലം മുമ്പ് അദ്ദേഹത്തിൻ്റെ തൊഴിലാളിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ മുതലാളിയായിരുന്നു. ഞാൻ അതിന് ശേഷം ഒരുപാട് മുതലാളിമാരെ കീഴിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇത്രയും സിമ്പിളായൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാൻ അന്ന് ജൂനിയറായിരുന്നു, ഏറ്റവും ജൂനിയറായിരുന്നു. അന്ന് മധുരമില്ലാത്ത കട്ടൻ ചായയും കടലമുട്ടായി വാങ്ങാൻ പറഞ്ഞൊക്കെ എന്നാണ്. അപ്പോൾ അത്രയും അപ്പോൾ എൻ്റെ ചോദ്യം അഹമ്മദിനോടാണ്. അഹമ്മദ് അതായത് കണ്ണൂരും തിരൂരും കോഴിക്കോട് അന്ന് ആദ്യം ഉണ്ടായിരുന്ന സമയം, അന്ന് മുതലേ അഹമ്മദ് ഖാൻ്റെ കൂടെ ഉണ്ടാകുന്ന സ്റ്റാഫുകൾ ഇന്നും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഡെവലപ്മെൻറ്റിന്, അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഈ അടുത്തൊരു മുതലാളി, നമ്മളെ ഒരു മൊബൈൽ ഷാജി തന്നെ പറയാം, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അടിച്ചു വരുന്ന അത്രയും വർഷങ്ങളോളം അദ്ദേഹത്തിൻ്റെ, കാരണം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ബിസിനസ്സിൻ്റെ മുഖ്യ ഇവരെന്നാണ് തൊഴിലാളികളാണ്. അപ്പോൾ അവർക്ക് കാർ കൊടുക്കുകയും അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ചെയ്തു. അഹമ്മദ് ഖാൻ ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ ഇറങ്ങി പോകുന്ന കേട്ടോ, അതായത് എന്നെ പുറത്താക്കിയൊന്നല്ല. അപ്പോൾ അഹമ്മദ് ഖാൻ ഇത്രയും ഇപ്പോഴും ഉണ്ട് തൊഴിലാളികൾ, എനിക്കറിയാം. ജാവേദ് കുറേ ആൾക്കാരുണ്ട്, നവാസ്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അഹമ്മദ് ഖാൻ ഈ ഇത്രയും കാലം, അതായത് അഹമ്മദ് ഖാൻ്റെ തുടക്കത്തിൽ മുതലിച്ചിട്ടുള്ള ഇന്നേ വരെയുള്ള കുറേ തൊഴിലാളികൾ അവിടെ ഇപ്പോഴും ഉണ്ട്. അവർ കൊണ്ട് അവരുടെ ഡെവലപ്മെൻറ്റിന്, അവരെ ഈ ഫാമിലി ഇതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രോഗ്രാം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അതാ ചോദ്യം. ലാസ്റ്റ് പറഞ്ഞ മനസ്സിലായില്ല. അവരുടെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവരെ കൊണ്ട്? അതായത് ഇത്രയും വർഷങ്ങളായിട്ട് തുടക്കത്തിലേ ഉള്ള തൊഴിലാളികളാണ്. ഞങ്ങളുടെ കാര്യമായിട്ട് അവരെന്താണ് ചെയ്യുന്നത് പഠിപ്പിക്കുകയും, ഞാൻ എല്ലാ എംപ്ലോയീസിനോടും പറയുന്നത് ആദ്യം നിങ്ങളുടെ സ്വന്തം ശരീരം, സ്വന്തം ഫാമിലി ഹെൽത്തൊക്കെ നോക്കുക. ശേഷം നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു കച്ചവടക്കാരനായി പുറത്ത് പോകണം, സ്റ്റാഫായിട്ട് പോകരുത്. വേറത്തെ പോയിട്ട് സ്റ്റാഫായിട്ട് കയറുന്നതിന് പകരം നിങ്ങൾ സ്വന്തം എൻ്റർപ്രണർ ആവണം. എൻ്റർപ്രണർഷിപ്പ് അവരെ പഠിപ്പിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ആർക്കെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പം ഞങ്ങൾ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയും ഞങ്ങളിപ്പോൾ IPO ഒക്കെ പോകാൻ പോകണം, എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവരും ഒരു എൻ്റർപ്രണറായി മാറണം. എൻ്റർപ്രണർഷിപ്പ് എന്താണ്? അത് എൻ്റർപ്രണർഷിപ്പ് വിജയിക്കണമെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഓപ്പൺ ചിന്താഗതി വേണം. നമ്മുടെ കസ്റ്റമർ സേഫ് എന്നുള്ള രീതി ചിന്തിക്കണം. ആ രീതിയിലാണ് എല്ലാ എംപ്ലോയീസിനെയും ഞങ്ങൾ ഇപ്പം നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മൊണ്ടാന എസ്റ്റേറ്റിൽ വലിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ചെയ്യിച്ചിട്ട് ലക്ഷറി ഗുഡ്സ് സെയിൽസ് ആൻഡ് മാനേജ്മെൻറ്റും മറ്റ് പുതിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരുപാട് ആൾക്കാർ പഠിച്ച് നന്നായി വരുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി ആൾക്കാർക്ക് വരും. ഈ സംരംഭത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അത് കേരളത്തിലെ ഒരു ചെറിയ കഥയും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിച്ചോളാം. ഒരാളിങ്ങനെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇരുന്ന് ചൂണ്ടയിട്ടാൽ മതിയോ? ഒരു 3-4 ചൂണ്ട ഒരുമിച്ചിട്ടാൽ 3-4 മീൻ കിട്ടില്ലേ? അപ്പോൾ പറഞ്ഞാൽ ഓക്കെ. എന്നിട്ട് അപ്പോൾ ആ മീൻ വിറ്റാൽ ഒരു സൈക്കിളൊക്കെ മേടിച്ചിട്ട് അത് ഇച്ചിരൂടെ വിപുലമാക്കാം. എന്നിട്ട് അപ്പോൾ ഇച്ചിരൂടെ വല മേടിക്കാം, വലയിട്ടാൽ കൂടുതൽ മീൻ കിട്ടും, അതപ്പോൾ ഇച്ചിരൂടെ വിപുലമാക്കാം. എന്നിട്ട് അപ്പോൾ ഒരു ബോട്ട് മേടിക്കാം, എന്നിട്ട് അത് ഇച്ചിരൂടെ വിപുലമാക്കാം. എന്നിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് വന്നിരുന്ന് ചൂണ്ടയൊക്കെ ഇട്ടിരിക്കാം. അപ്പോൾ മറ്റേ പറഞ്ഞു, ഞാനതല്ലേടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ചെയ്തിട്ട് വേണോ? കേരളത്തിലെ സംരംഭത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ഇതൊക്കെയാണ് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ചൂണ്ടയിട്ട് ഇരിക്കാതിരുന്ന, ഇപ്പോഴും അധ്വാനിക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ് കോഴിക്കോടിനെ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിച്ച 2 വ്യക്തിത്വങ്ങൾ. അവരെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ
പരിചയപ്പെടുത്തുകയല്ല, അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലാൻ കഴിഞ്ഞതിൽ സന്തോഷം. രണ്ടുപേർക്കും നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ നന്ദി അർപ്പിക്കുന്നു. താങ്ക്സ് ലോട്ട്.